ഹേ ഗൈസ്, നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കുറേ ആൾക്കാർ നമ്മളെ കമൻറ്റിലും അതേപോലെ തന്നെ ഇതിലൊക്കെ താഴെ വന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് എന്താണ് മോഡിഫൈഡ് കാർസ് കൊണ്ടുവരാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വെറും ഒരു വണ്ടിയല്ല, ഇന്ത്യാസ് ഫസ്റ്റ് ഫുള്ളി ബാഗ്ഡ് ആയിട്ടുള്ള ഒരു എറ്റിയോസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാണാം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് നമുക്ക് വണ്ടിയുടെ ഓണർ. അപ്പോൾ പേര് ഷക്കീൽ പെരിന്തൽമണ്ണക്കാരനാണ്. ഓക്കെ. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാവാൻ കാരണം ഈ ഒരു ഓണറെ ഗ്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മൂപ്പരന്നെ നമുക്കിത് മൊത്തം ഒന്ന് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. കാരണം വെച്ചാൽ എന്നേക്കാൾ എന്തായാലും ഈ വണ്ടിനെ കുറിച്ച് അറിയുന്നത് മൂപ്പർക്ക് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? മെയിനായിട്ട് ഇത് എടുത്തു പറയാനുള്ളത് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. എയറിന്റെ വർക്കാണ്. അത് N1 ആണ് വന്നിട്ടുള്ളത്. ചെയ്തിരിക്കണേ. പിന്നെ ഫ്ലൈ ഡോസ്, പിന്നെ കസ്റ്റം വീൽ ആർച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വൈറ്റ് ബോഡി ചെയ്തിട്ടുണ്ട്. മെറ്റലാ ചെയ്തിരിക്കണേ. പിന്നെ വരുന്ന മെയിൻലി എടുത്ത് പറയുന്നത് സ്റ്റാൻഡ്സ് കിറ്റ് ആണ്. ഫുള്ളി സ്റ്റാൻഡ്സിലായിട്ട് കസ്റ്റം ചെയ്തത്. വണ്ടി പക്ക ഡ്രോപ്പ് ആയി എടുക്കുന്ന ആ ഒരു ഫീൽ വരും. പിന്നെ വരുന്ന ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, അത് ഫുള്ളി നമ്മൾ കസ്റ്റമേഡ് ആണ്. ഫ്രണ്ട് ബമ്പർ വരുന്ന ബ്ലാക്ക് പേൾ കിറ്റ് വരുന്നതാണ്. പിന്നെ ബാക്ക് ബമ്പർ ആണെങ്കിൽ ഏകദേശം ലെക്സസിന്റെ ആ ഒരു ടൈപ്പിൽ വരും. പക്ഷെ അതിൽ ഡിഫറൻസ് വരുന്നുണ്ട്. കുറച്ച് കസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്, പിന്നെ അതിപ്പോ ഏത് ഒരു കിറ്റ് ആണെങ്കിലും നമ്മളത് കസ്റ്റം ചെയ്യാതെ നമ്മൾ ഇതിൽ ഉപയോഗിക്കൂലേ? ഇല്ല, ഷൂട്ടായി എടുക്കാൻ കുറച്ച് റിസ്ക്. കാരണം നമ്മള് പല ബ്രാൻഡിൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിലും സെറ്റ് ചെയ്യാൻ ഒരു പാടുണ്ടാവും. അതെ, നല്ല റിസ്ക് ഉണ്ടായിരുന്നു ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മള് കോമൺ ആയിട്ട് നമ്മള് സിവിക്കിലും ഇതിലൊക്കെ നമ്മള് ഇപ്പൊ സെയിം കിറ്റുകൾ തന്നെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കസ്റ്റം ചെയ്തിട്ടാണ് ഇപ്പോൾ വണ്ടിക്ക് സൂട്ടാക്കി കൊടുക്കുന്നത്. അതേപോലെ ഇതിൽ നമ്മൾ കസ്റ്റം കാരണം കുറെ വരുത്തുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് നമ്മൾ കംപ്ലീറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട് അല്ലേ? ഹെഡ്ലൈറ്റ് 2 ഇഞ്ച് പ്രൊജക്ടറാണ് വരുന്നത്. പിന്നെ ഈ DRL RGB ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഒരു LED ഈഗിൾ LEDs കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിൽ നമുക്കൊരു മാറ്റം കാണാൻ പറ്റും. അത് നമ്മളെ കിറ്റിൽ കണ്ടിട്ടുണ്ട്. അത് കസ്റ്റം ചെയ്തതാണ് ആ സംഭവം കൂടി. പിന്നെ നോക്കുകയാണെങ്കിൽ റബ്ബർ ലിപ്പ് കാര്യങ്ങളൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി റബ്ബർ ലിപ്പ് നമുക്ക് കാണാൻ രസത്തിന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് സേഫ്റ്റിയും കൂടിയാണ്. നമുക്ക് ഫുള്ളി ഡ്രോപ്പ് ആയി ഓടിക്കുമ്പോൾ നല്ല ബമ്പറിനുള്ള വരുമ്പോൾ ഡയറക്റ്റ് ഇമ്പാക്ട് കുറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു സൗണ്ട് കിട്ടും. ഇമ്പാക്ടിന്റെ മുമ്പായിട്ട് സൗണ്ട് കിട്ടും. മനസ്സിലാക്കാം തട്ടോ ഇല്ല, അപകടത്തിലേക്കാണ് ഈ പോക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ വണ്ടി വന്നപ്പോ തന്നെ ഏകദേശം ഒരു അപ്പൊ പോറിന് വഴിക്ക് ചെറുതായിട്ടൊന്ന് പൊഴിയിലതായി. അതുണ്ടായതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബമ്പർ പൊട്ടി ബമ്പറിലാ വരിക. പിന്നെ ഇത് വരുന്നത് ഫുള്ളി ഫൈബറിലായിരുന്നു. സോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണ്. ABS ഫൈബറിലുള്ള വ്യത്യാസം വരുമ്പോഴോ? ABS എന്ന് പറഞ്ഞാല് ലൈറ്റ് വെയിറ്റ് വരുന്നത്, പിന്നെ ഫ്ലെക്സിബിൾ ആണ്. ഫൈബർ ഫ്ലെക്സിബിൾ അല്ല. പിന്നെ നമുക്ക് ഡാമേജ് ആയിക്കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് കുഴപ്പമില്ലാതെ റിക്കവർ ആവും. ABS പെട്ടെന്ന് റിക്കവർ, പക്ഷെ ഫൈബറിൽ കുറച്ച് അധികം പാടായിരിക്കും. പക്ഷെ ബ്യൂട്ടിക്ക് തോന്നുന്നത് തന്നെ ഫൈബർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫൈബർ നടക്കാം. മറ്റേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ എങ്ങനെ വരുന്നത് അതേപോലെ പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റം ആണ്. ABS നമുക്ക് നേരെ കൊടുന്ന് ഫിറ്റ്. ആകെ ഒരു പെയിന്റിങ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈ പെയിന്റ് ജോബിനെ കുറിച്ച് ബ്രോ ഒരു കളർ പറഞ്ഞു. ഏകദേശം നമുക്ക് ആ ഒരു മെഴ്സിഡസിൽ വരുന്ന അതേ സെയിം കളറാണ് വന്നിട്ടുള്ളത്. കറക്റ്റ് ചെയ്ത കളർ അത് വരുന്നത് ഡെസിംഗോ ഒലിവ് ഗ്രീൻ മെറ്റാലിക് തന്നെ കളറാണ് വരുന്നത്. വലിയ പേരാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനിയിപ്പോൾ അതിലെന്ത് തെറ്റ് വരണ്ട വെച്ചിട്ട്. സംഭവം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവാഗണിൽ വരുന്ന ഒരു കളറാണ്. അതിൽ ഇതിന്റെ കളറ് മുന്നേ ലെമൺ ഗ്രീൻ ആയിരുന്നു. അത് കളർ ചേഞ്ച് വരുത്തിയതാണ്. ഡെയിലി ഉപയോഗിക്കുമ്പോഴുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ അതൊക്കെ ചോദിക്കാനുള്ളത്. ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മള് നോക്കി കണ്ടും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ആരും ഇറിറ്റേറ്റ് ചെയ്യാതെ, ആരും ബുദ്ധിമുട്ടിക്കാതെ നോർമൽ വണ്ടി ഓടിക്കുന്ന രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാല് പ്രശ്നങ്ങളൊന്നുമില്ല. അത്രേ ഉള്ളൂ. കാരണം വെച്ചാല് വണ്ടി ഇപ്പൊ റോഡിന്റെ കണ്ടീഷന് ഇപ്പൊ നിങ്ങള് പെരിന്തൽമണ്ണക്കാരാണ്. പെരിന്തൽമണ്ണക്കാര് റോഡ് എങ്ങനെയുണ്ട്? റോഡൊക്കെ അടിപൊളി റോഡാണ്. ഇപ്പൊ സെറ്റ് ആയി ഡെവലപ്പ് ആയി നന്നായിക്കണം. ഇപ്പോ
ഈ റോഡ് തന്നെ കണ്ടാൽ അറിയാം നമുക്ക് 6 ലൈൻ ആണ്, ഇത് ബൈപ്പാസ് ആണ്, ഇത് ഓപ്പൺ ചെയ്യാൻ ആവണുള്ളൂ. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് ഇപ്പോ ഇങ്ങനത്തെ വണ്ടിയൊക്കെ എവിടെ ഓടിക്കാനാന്നുള്ളൊരു ചോദ്യം വരാറില്ലേ? നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ എന്തായാലും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ വണ്ടിയൊക്കെ എവിടെ കൊണ്ടുപോയി ഉപയോഗിക്കാം, ഇതൊക്കെ വീട്ടില് മുറ്റത്ത് ഇടേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ മുറ്റത്താണോ ഇടല്? അല്ലല്ല, ഡെയിലി യൂസ് ആണ്, അതാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ റോഡിനെ കുറിച്ച് പറയാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ വണ്ടികൾ നമ്മള് മാക്സിമം കൂടും. ഇതുവരെ നമുക്ക് പേടിയല്ലായിരുന്നു നമുക്ക് റോഡിൽ ഇറക്കാൻ, കാണിച്ചാൽ നമുക്ക് സേഫ്റ്റി, നമ്മള് ബമ്പർ തട്ടലും അതേപോലെ എല്ലാം നമുക്ക് ഡാമേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആ പ്രശ്നമൊന്നും വരില്ല, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റും. സൈഡിൽ നമുക്ക് ഹൈലൈറ്റ് തരുന്ന ആ വൈറ്റ് ബോഡിയും വീലുമാണ്. വീല് വരുന്നത് 17 ഇഞ്ച് വീലാണ്, 17 ആണ് വരുന്നത്. 17 വരുന്നത്. പിന്നെ അതിൽ 10.5 വരുന്നത്, 10.5 ആണ് വരുന്നത്. വെടുത്ത് അത്യാവശ്യം നല്ല വെടുത്ത് വരുന്നുണ്ട്. നമുക്ക് വെടുത്ത് കൊണ്ടുവരുന്ന കംഫർട്ട് കൂടുതലേ, റൈഡിംഗ് കംഫർട്ട് കൂടുതൽ വരുന്നുണ്ട്, സ്റ്റെബിലിറ്റിയും കൂടും. പിന്നെ ഒന്നാമത് നമ്മളെ ഈ ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ നമ്മളെ സാധാരണ സസ്പെൻഷൻ നമ്മളെ സ്പ്രിങ് കട്ട് ചെയ്യുന്നതാണോ അതോ എയർ ആണോ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അതെങ്ങനെയാ വെച്ചാൽ നോർമൽ സസ്പെൻഷനോട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റേ ബാഗ്ഡ് ആയിട്ട് നമ്മൾ നോർമലി കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബാഗ് ഈസ് ഫോർ ഷോ പർപ്പസും ആണ്. പിന്നെ റൈഡിങ് കംഫോർട്ട് ഉണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല, റൈഡിങ് കംഫോർട്ട് ഉണ്ട്. പക്ഷേ സ്പ്രിങ്ങിനാണ് കംഫർട്ട് വരുന്നത്. ഇനി വേണമെങ്കിൽ സ്പ്രിംഗിൽ വേണമെങ്കിൽ കോയിൽലെസ് യൂസ് ചെയ്യാം. നമുക്ക് ആകെ ഉപകാരം എന്താ വെച്ചാൽ സേഫ്റ്റി ആണ്. കാരണം ആ വണ്ടിക്ക് ഡാമേജ് അല്ല, നമുക്ക് എവിടെയും കൊണ്ടെടുക്കാം. മറ്റേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും സ്പ്രിംഗ് ആണെങ്കിൽ നമുക്ക് റിസ്ക് ആണ്. കാണിച്ചാല് നമ്മള് അത്യാവശ്യം നല്ല പാടുപെടേണ്ടി വരും. അഥവാ നമ്മള് ഒരു ചെറിയ റോഡിലൊക്കെ കയറി പോവാണെങ്കിൽ പാടുപെടും. പക്ഷെ ആ സമയത്ത് നമുക്ക് എയർ ആണെങ്കിൽ ഏത് സ്ഥലത്തും കയറ്റി കൊണ്ടുപോകുന്ന രീതിക്കായിരിക്കും. അപ്പോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പ്രിംഗ് ആണ് വരിക, പക്ഷെ നമുക്ക് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എയറും ആണ്. രണ്ട് കാറ്റഗറിയാണ്. ലെഗ് നട്ട്സ് വരുന്നത് റെഡിൽ സ്പാർക്കോന്റെ ആണ്. ഓക്കെ, സ്പാർക്കോന്റെ കുറെ മെറ്റീരിയൽ നമ്മൾ ഇന്റീരിയറിലും കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഈ വൈഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇത് നമ്മൾ ഫൈബറിൽ ചെയ്തിട്ടുള്ളത് ഫുള്ള് മെറ്റൽ തന്നെയാണ്. വൈഡ് ബോഡി കിറ്റാ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ അതിലും കസ്റ്റമൈസ് വരുന്നില്ലേ? അതിന് കസ്റ്റമൈസേഷൻ. പിന്നെ സൈഡിലാകുമ്പോൾ ഇവിടെ ഫെൻഡേഴ്സ് CRC വരുന്നൊരു ഫെൻഡർ കൊടുത്തിന് കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിയാണ്. CRC കിറ്റ് നമ്മളെ മറ്റേ സിവിക്കിൽ അതാണ് ഞാൻ തന്നെ പറഞ്ഞത്. നമുക്ക് സിവിക്കും ഇറ്റിയോസും ഒരു കൊളാബറേഷൻ ഉള്ള പോലെയാണ് നമുക്ക് കിറ്റുകളില്ലേ. ഞാൻ മുന്നേ നമ്മൾ വീട് ചെയ്യുമ്പോൾ നമ്മൾ കിറ്റിന്റെ കാര്യം പറയുമ്പോൾ സിമിലർ കിറ്റാണ് വരിക, പക്ഷെ നമുക്ക് കസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വണ്ടിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിറ്റാണ് വരുന്നുള്ളത്. അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫ്ലൈഡ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഇഞ്ചസ് വ്യത്യാസം ഉണ്ട് പറഞ്ഞു. നമ്മള് ഇതിൽ നോർമൽ ഹിഞ്ചസ് അല്ല യൂസ് ചെയ്തിരിക്കണം. നോർമൽ എല്ലാവരും ചൈനയുടെ ഹിഞ്ചസ് വരുന്നത്, ഇത് തൈവാന്റെ ഹിഞ്ചസ് വരുന്നത്. അതിൽ നമ്മൾ വ്യത്യാസം വരുന്നത് ചൈനയുടെ ഹിഞ്ചസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ മുകളിലോട്ട് പോകും. നമ്മള് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് രീതിക്കാവും. ഇതിന്റെ ഹിഞ്ചസ് നമുക്ക് നോർമലി വേണമെങ്കിൽ തുറന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊന്തിച്ചാൽ മതി. നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കമ്പയർ ചെയ്യുമ്പോൾ മറ്റേനെക്കാട്ടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യം അങ്ങനെ. പിന്നെ നോർമലി നമ്മൾ മിററിൽ കണ്ടിട്ടുണ്ട് ക്യാപ്പാണ് ചിലർ ആഡ് ചെയ്യാറ്. അപ്പൊ ഇത് നമ്മൾ ഫുള്ളി മാറ്റിയിട്ടുണ്ട്. ഇതില് ഈ ഒരു മെറ്റീരിയൽ മൊത്തമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് കസ്റ്റം ചെയ്ത് വർക്കായിരിക്കും, കസ്റ്റം ചെയ്ത് വർക്കാനായിരിക്കും. പിന്നെ നമ്മള് ഇനി സൈഡിലോട്ട് വരാൻ നമുക്ക് സൺറൂഫ് ചെയ്തിട്ടുണ്ട്. സൺറൂഫ് വെബ് പോപ്പപ്പ് ചെയ്തിട്ടില്ല, പോപ്പപ്പ് ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പൊന്തിച്ച് റിമൂവ് ചെയ്തെടുക്കാം. ആ ഗ്ലാസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എപ്പോഴും ചോദിക്കണ വിചാരിച്ചത്, കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ പോപ്പപ്പ് ആകുമ്പോൾ നമുക്ക് ഉപകാരം ഉണ്ടാവുന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ഇതിപ്പോ റിമൂവബിൾ ആണെങ്കിൽ പിന്നെ സീൻ ഇല്ലല്ലോ. നമുക്ക് ഇതാകുമ്പോൾ വാട്ടർ ലീക്കേജ് അങ്ങനത്തെ കുഴപ്പമൊന്നും. സ്കേർട്ട് വന്നിട്ട് CRC സ്കേർട്ട് കൊടുത്തിട്ടില്ലേ, അതും CRC തന്നെ വരുന്നത്. പിന്നെ താഴെ ഒരു മെറ്റൽ ലിപ്പാണ് കൊടുത്തിട്ടുണ്ട്. ഫൈബർ അല്ല, മെറ്റൽ. ഇത് മെറ്റൽ വരുന്നത്. ഓക്കെ, അപ്പോ ഇതും മെറ്റൽ. അത് മെറ്റൽ വരുന്നില്ലേ? സാധാരണ നമ്മള് ഫൈബറാ കാണില്ലേ. അപ്പൊ ഇതില് നമുക്ക് ഇമ്പാക്ട് വരുമ്പോ ബോഡിക്ക് ഒരു പ്രശ്നം വരാതിരിക്കും. മറ്റേത് ഫൈബറിൽ അങ്ങോട്ട് ഡാമേജ് ആവും. ഫൈബർ ആകുമ്പോൾ പെട്ടെന്ന് നല്ല ഡാമേജ് വരും. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരുന്ന ഒരു പോർഷൻ കൂടിയാണ് ഈ ഒരു സൈഡ്. അമ്പ് ചാടുമ്പോ നല്ല പ്രശ്നമാണ് നമുക്ക് ഈ ഒരു ഇത് വരുന്നത്. ഇനി നമുക്ക് റിയലായിട്ട് വരികയാണെങ്കിൽ ഇത് മൂപ്പരെ ഇൻസ്റ്റ ID ആണ്. ഇത് ഞാൻ എന്തായാലും ലിങ്ക് കാര്യങ്ങൾ എന്തായാലും ബയോയിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി റിയറിലായിട്ട് വരാൻ നമ്മൾ വൈഡിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളത്? റിയറിൽ മെയിൻ ആയിട്ട് സ്റ്റാൻഡ് സ്കേറ്റിന് ഇത് കാണാൻ പറ്റും. ഇവിടെ ഫുള്ളി ഡ്രോപ്ഡ് ആണ്. ഇതിപ്പോ നമുക്ക് വീലാണ് കാണുന്നത്, കണ്ട കറക്റ്റ് നമുക്ക് വീലാണ്. കറക്റ്റ് നമ്മള് അതെല്ലാം നീറ്റ് ആയിട്ട് വർക്ക് കേട്ടോ. കാരണം വെച്ചാല് പെർഫെക്റ്റ് ആയിട്ടാണ് അത് നിൽക്കുന്നത്, കാണാൻ പറ്റും. ഇത് ഫുള്ളി ഡ്രോപ്ഡ് ആണ്, കറക്റ്റ് ആണ് അത് വരുന്നത്. റിയറിൽ നമുക്ക് ജാക്ക് വ്യത്യാസം ഉണ്ടോ? ടയർ ഇത് വീല് സെയിം തന്നെ വരുന്നത്. 10.5 ഓക്കെ,
അപ്പോൾ ആ കാര്യത്തിൽ വ്യത്യാസം വരുന്നിട്ടില്ല. ബമ്പർ നമ്മൾ കസ്റ്റം മെയ്ഡ് അല്ലേ? ബമ്പർ കസ്റ്റം മെയ്ഡ് ആണ്. പിന്നെ കെ ബ്രേക്ക് എന്ന് പറയുന്ന വരുന്നൊരു കിറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കെ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു കിറ്റാണ് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ കസ്റ്റം ചെയ്യണം എന്തായാലും. അത് കസ്റ്റമായിട്ട് വരുന്നതാണ്, സൂട്ടാക്കി എടുക്കണത്. സൂട്ടാക്കി എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്? പിന്നെ അതിലൊരു എക്സ്ട്രാ കസ്റ്റം മെയ്ഡ് LEDs യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷർ LEDs, ഫ്ലാഷറാണ് ഇത് കാണാൻ പറ്റുന്നത്. അതായത് ഫ്ലാഷർ വന്നിട്ടുണ്ട്, ഡിഫ്യൂസർ വന്നിട്ടുണ്ട്, പിന്നെ കോഡ് എക്സോസ്റ്റ് ആണ്. ഇതിലിപ്പോൾ നമുക്ക് എക്സോസ്റ്റ് ഇപ്പോൾ സ്ട്രൈറ്റ് പൈപ്പ് അല്ലേ? സ്ട്രൈറ്റ് പൈപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുൾ സിസ്റ്റം HKS NK ബാക്ക് ഫുൾ സിസ്റ്റം ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൗണ്ട് നമുക്ക് എന്തായാലും ഞാൻ കേൾപ്പിച്ചു തരാം, വെയിറ്റ് ആക്കുക. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനെ ഇത് നമ്മൾ ഇറ്റ്യൂസിന് വരുന്നതാണോ? ഇല്ല, ഇത് കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. ടെക്ടൈൽ താറാവിന്റെ ബാക്ക് അതേപോലെ വരുന്നതാണ്. നമ്മള് വലിയ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യം മനസ്സിലായില്ല. അപ്പൊ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അതെ കറക്റ്റ് നമ്മള് താറാവിന്റെ പാല് പറഞ്ഞ ഇങ്ങനെ ഒരു വരുന്നുണ്ട്. പക്ക ആ ഒരു എയറോഡൈനാമിക് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈൽ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? ടൈല് കസ്റ്റം ചെയ്തെടുത്താണ് മിനി കൂപ്പറിന്റെ ഇപ്പൊ പിന്നെ നമുക്ക് മോക്കോ ഓട്ടോമോട്ടീവിന്റെ മരത്തിലുള്ള ഷോപ്പുകളുണ്ടായതുകൊണ്ട് ബഷീർ ഖാന്റെ. അപ്പൊ അവരെ പോലുള്ളവരുണ്ടായതുകൊണ്ട് നമുക്ക് ടൈൽ ലൈറ്റും ഹെഡ് ലൈറ്റ് ഒക്കെ കസ്റ്റം ചെയ്ത് ഈസി ആയിട്ട് കസ്റ്റം ചെയ്യും. അപ്പൊ അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ തന്നെ ഷോപ്പാണ്. അപ്പോൾ അവർ ഇതേമാതിരി എല്ലാ ഒരുവിധ ടൈൽ ലൈറ്റും എല്ലാം നമ്മൾ കസ്റ്റം ചെയ്ത് അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ആക്സസറീസും അതൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര നമുക്ക് ബാക്കിൽ വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു എയറോ പാസേജിങ് ഒരു ഡിസൈനുകളൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മൾ ആ ഒരു സ്റ്റാൻഡ്സിന്റെ ഒരു ഭംഗിയാണ്. അത് എടുത്തു വരുന്ന കാര്യം തന്നെയാണ്. ആക്ച്വലി ഇത് ഒരു ഡ്രീം ബിൽഡ് ആയിരുന്നു. എപ്പോഴും ബിൽഡ് ചെയ്യുമ്പോൾ വണ്ടി അതൊരു ഡ്രീമാണ്. നമുക്കും ആഗ്രഹം തന്നെയാണ് ഇങ്ങനത്തെ ഒരു വണ്ടി പണിയണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ പോലത്തെ ആൾക്കാരത് പണിയുണ്ടോ നമ്മളത് കണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ത്യയിൽ നമ്മൾ എന്തെല്ലാം വർക്ക് എടുത്തിട്ടുള്ളത്? ഇന്ത്യയിൽ മെയിൻലി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഫുള്ളി റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ്. അത് നോർമൽ റെഡ് അല്ല, ഇതില് റെഡിൽ എന്തൊരു വ്യത്യാസമില്ല. മാറ്റ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. മറ്റേ നമുക്ക് പക്കാ ഒരു ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കാതെ ഇത് പ്രൊജക്ട് ചെയ്യാത്ത നോർമൽ ആയിട്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കണ്ണ് പോയത് ദിമക്കാണ്. സ്റ്റിയറിംഗ് വീൽ ഇത് കസ്റ്റമേഡ് അല്ല, കസ്റ്റം സ്റ്റിയറിംഗ് വീൽ വരുന്നത് കാർബൺ ഫൈബർ ഫ്ലാറ്റ് ബോട്ട് ആക്കിയിട്ടുണ്ട്. അത് കാർബൺ ഫൈബർ ആണ്. ഇതൊക്കെ ഏകദേശം ഇങ്ങനെ കോസ്റ്റുകളൊക്കെ വരുന്നത് നമുക്ക്. സ്റ്റിയറിംഗ് വീല് അറൗണ്ട് ഒരു 28K വരുന്നുണ്ട് സ്റ്റിയറിംഗ് വീല് മാത്രം. പിന്നെ നമ്മൾ ഇന്ത്യയിൽ എന്തെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ളത്? പിന്നെ വരുന്നത് മെയിൻലി പറയാനുള്ളത് സീറ്റ് ബക്കറ്റ് സീറ്റ് ഫുള്ളായിട്ട് മാറ്റി കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇല്ല സീറ്റ് തന്നെ കസ്റ്റം ചെയ്തെടുക്കണം. ബക്കറ്റ് സീറ്റ് മോഡൽ നല്ല കുഷനിങ് ആക്കിയിട്ടുണ്ട്, അതിൽ വ്യത്യാസം വരുത്തി. പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുള്ളത്. കോൺകോഡാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഡാഷ്ബോർഡിൽ നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് കാണാൻ പറ്റും. പിന്നെ സൗണ്ട് സിസ്റ്റം മാറ്റിയിട്ടുണ്ടോ? സൗണ്ട് സിസ്റ്റത്തിൽ അങ്ങനെ വലിയ അപ്ഡേഷൻ നടത്തിയിട്ടില്ല. JBL 2 കോമ്പോണന്റ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. ഓക്കെ, ഫ്രണ്ടും ബാക്കും 2 കോമ്പോണന്റ് സ്പീക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റം തന്നെയാണ്. അത് മാറ്റാണ്. അല്ല, സ്റ്റോക്കിൽ നമുക്ക് മാറ്റം വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് കാണാൻ പറ്റും. കൂളിംഗ് ഉണ്ട് അല്ലേ? കൂളിംഗ് ഉണ്ട്. ഇല്ലെങ്കിൽ ഒന്നും നടക്കൂലല്ലേ? ഇല്ലെങ്കിൽ നല്ല പാട് വീടും നമ്മള് നല്ല ചൂടായിരിക്കും. കറക്റ്റ് തലക്ക് മേലെ തന്നെ നമ്മൾ ചൂടടിക്കുന്നത്. ഒന്നാമത് ഇന്ത്യയിൽ നമ്മള് റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തോണ്ട് നല്ല അതിന്റെ ഹീറ്റ് നല്ല നമ്മളെല്ലാം നമ്മള് കാണാൻ രസം മാത്രം നോക്കിയാൽ പോരാ, ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ ഇത് നമ്മള് ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് അതിന്റെ ആ ഒരു ലുക്കിനും ഇതിനു വേണ്ടി പെർഫെക്ഷന് വേണ്ടി നമുക്ക് നമ്മളെ എക്സ്റ്റീരിയർ മാത്രം കംഫോർട്ടും ഡ്രൈവിംഗ് കിട്ടണമെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മോഡിഫൈഡ് കാറിൽ ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ നമ്മൾ ഇന്റീരിയറും കൂടി നമുക്ക് ആ ഒരു ഭംഗി കിട്ടണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടും. അത് സത്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്റീരിയർ മോഡിഫിക്കേഷൻസും അതിനാണ് നമ്മൾ വരുത്തുന്നത്. ഇപ്പൊ റൂഫ് നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് റിയർ സീറ്റും ഫ്രണ്ട് സീറ്റും അങ്ങനെ കാര്യങ്ങളാണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ എയർ സസ്പെൻഷന്റെ കൺട്രോൾ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇതെങ്ങനെയൊക്കെ സ്വിച്ചുകൾ വന്നിട്ടുള്ളത്? ഇത് ആക്ച്വലി നമുക്ക് പുറത്തുനിന്ന് റിമോട്ടിൽ കൺട്രോൾ ചെയ്ത സ്വിച്ച് ആണ്. റിമോട്ട് വരുന്നുണ്ടല്ലേ? റിമോട്ട് എയറിന്റെ ഗേജ് ആണ്. ഇത് നമുക്ക് ഇന്നും ഔട്ടും ആക്കാല്ലേ. ഇത് ഫ്രണ്ടും ബാക്കും ഇല്ലേ? ഫ്രണ്ടും ബാക്കും. ഇത് വരുന്നത് ഫ്രണ്ട് ആണ്. അത് ഫ്രണ്ട്. ഇത് ഫ്രണ്ട് ഇപ്പൊ പൊന്തി, ഇത് ബാക്ക്. എയറിന്റെ പ്രഷർ നമുക്ക് കറക്റ്റ്. നമുക്ക് ഈ രണ്ട് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും അല്ല. അതെ. ഈ യെല്ലോ കളറിൽ കാണിക്കുന്ന ഫ്രണ്ട്, യെല്ലോ ഫ്രണ്ടിലാണ് വരുന്നത്. വൈറ്റ് വരുന്നത് ബാക്കിന്റെ ആണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് പ്രഷറിലാണ് ഓടുന്നത് അറിയാൻ പറ്റും. നമ്മള് നോർമലി നമ്മള് റണ്ണിങ്ങിൽ ഇപ്പൊ നമ്മള് എയർ
താത്തിട്ടാണല്ലോ നമ്മൾ പോവാറ്. അതെ അതെ. അപ്പൊ നമ്മൾ ഏതിലേക്കാണ് നമ്മള് മാക്സിമം ഒരു 50-30 ലിറ്ററില ഞാൻ നോർമലി ഡ്രൈവ് ചെയ്യാറ്. ഫ്രണ്ട് 50 ബാക്ക് 30 ലിറ്റർ ഡ്രൈവ് ചെയ്യാറ്. അതിന് നല്ലൊരു കംഫോർട്ടാണ്. പിന്നെ നമുക്ക് നൈറ്റിലൊക്കെ ഡ്രൈവ് ചെയ്യണ റഷ് ഒന്നും ഇല്ലെങ്കിൽ അറൌണ്ട് ഫ്രണ്ട് ഒരു 45-30 ഡ്രോപ്പിൽ ഓടിക്കും. നല്ല റോഡാണ്. നല്ല റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി പെട്ടെന്ന് നമുക്ക് ഒരു ഗട്ടർ വന്നു കഴിഞ്ഞാലും അബ്സർവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനനുസരിച്ചിട്ടുള്ള എന്നാലും വലിയ ഡാമേജ് വരാത്ത രീതിക്ക് നമ്മള് സ്റ്റാൻഡ് പോകാൻ പറ്റും. നല്ല കംഫോർട്ട് ഉണ്ട്, കംഫർട്ടബിൾ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതും സ്പാർക്കോന്റെ ഗിയർ നോബാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്ലോർ മാറ്റും സ്പാർക്കോന്റെ ആണ്. നമ്മള് സ്പാർക്കോന്റെ ഒരു ഫാനാണോ? അധികം മെറ്റീരിയൽ നമ്മൾ സ്പാർക്കോന്റെ ആണല്ലോ കാണുന്നത്. സ്പാർക്കോ ആക്ച്വലി നമുക്കൊരു കാര്യം കൊണ്ട് ചോദിക്കാണ്ട്, ഏതൊരു വണ്ടി വരാൻ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ സ്പാർക്കോന്റെ മെറ്റീരിയൽ നമ്മൾ അധികം കാണാറില്ലേ? അതെ അതെ. ആക്ച്വലി നമ്മളെല്ലാം എക്സ്പയർ ചെയ്യണേ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസിൽ അധികം നമുക്ക് കാണാം സ്പാർക്കോസും ഇതെല്ലാം കാണാം. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു മോഡിഫൈ ചെയ്യാത്ത വണ്ടി പോലും നമ്മുടെ സൈഡിൽ സ്പാർക്കോന്റെ സ്റ്റിക്കർ. അതെ അതെ. അത് നമ്മളൊരു ഫാനായി മാറി, ഒരു ബ്രാൻഡിന് ഫാനായി നമ്മള്. ഇപ്പൊ നമ്മള് വണ്ടി ഫുൾ ഡ്രോപ്പ് ആയി കിടക്കാണ്. ഇപ്പൊ കാണാൻ പറ്റും, ഫുൾ ഡ്രോപ്പഡ് ആണ് കാണാൻ പറ്റുന്നത്. ഇനി പൊക്കാം. അപ്പോൾ നമുക്ക് വണ്ടി സസ്പെൻഷൻ പൊക്കി കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരും. അപ്പോൾ നമുക്ക് അതാണ് പറയുന്നത്, നമുക്ക് എവിടെയും സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൻ്റെ വർക്കിംഗ് വന്നിട്ടുള്ളത്. നമ്മൾ എഞ്ചിൻ സൈഡിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളത്? എഞ്ചിൻ സൈഡിൽ വലിയ ഡിഫറൻസ് വരുത്തിയിട്ടൊന്നുമില്ല. ഒരു എയർ ഇൻടേക്ക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെയാണ്. നമുക്ക് ഡിഫറൻസ് വരുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട്, വരുന്നുണ്ടല്ലേ? ലാഗും കാര്യങ്ങളെല്ലാം നല്ല പെർഫോമൻസ് ഉണ്ട് കിട്ടുന്നത്. അത്യാവശ്യം വലിയ മാറ്റം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ. എയർ ഇൻടേക്കിന്റെ കാര്യത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൈഡ്രോളിക് സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത് ഡബിൾ 2 കൊടുത്തിട്ടുണ്ടല്ലേ? ഒന്നിൽ താങ്ങത്തില്ല. ഡബിൾ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള നിൽക്കുന്നുണ്ട്. നമുക്ക് ഇത് കേൾക്കാനുള്ളതിന്റെ എക്സോസ്റ്റ് നോട്ടാണ്. അത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന അതിനാണെന്ന് അറിയാം. എല്ലാവരും നമ്മളെ ഒരു ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിൽ ഫസ്റ്റ് ആണ് നമ്മളെ മറ്റേ ബാഗഡ് ആയിട്ട് വരുന്ന എറ്റിയോസ്. ബാഗിന് കസ്റ്റം ബോഡി എല്ലാം കൊണ്ട് വരെ ഇന്ത്യയിൽ ഫസ്റ്റ് വന്നിട്ടുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലേ? അതാണ് ഇത് മൂപ്പര് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ഡ്രീം ബിൽഡ് തന്നെയാണ് എല്ലാം കൊണ്ടും. അതും ഇന്ത്യയിൽ ഫസ്റ്റ് തന്നെ ആയിട്ട് തന്നെ ഡ്രീം ബിൽഡ് ചെയ്ത്. അപ്പോൾ അത് വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു എറ്റിയോസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു സ്ഥലം കീഴിലും വീഡിയോ വരാം. അതുവരേക്കും ബൈ ബൈ.